ഗുഡ് ഈവനിങ്. കഴിഞ്ഞ വീഡിയോയിൽ ഈജിസ് സ്റ്റീൽ വുഡ് ഡോറിന്റെ യുണീക്ക് സെല്ലിംഗ് പോയിന്റുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോയിൽ വരുന്നത്. ഈജിസ് ഇന്ത്യ ISO 9001 സർട്ടിഫൈഡ് കമ്പനിയാണ്. ഒപ്പം BIC സ്റ്റാൻഡേർഡും കീപ്പ് ചെയ്യുന്നുണ്ട്. ജർമ്മൻ ടെക്നോളജിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഡിസൈനിങ്ങിൽ ടർക്കിഷ് കൊളാബറേഷനാണ്. ഇതിൽ നമ്മൾ സ്റ്റീല് പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഹൈ ഗ്രേഡ് റോ മെറ്റീരിയലിൽ ഉണ്ടാക്കുന്ന സ്റ്റീലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അയൺ ഓർ, കോക്ക്, ലൈം സ്റ്റോൺ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. ഇതിൽ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് അയൺ ലേക്കിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം അതിനകത്ത് തന്നെ ബേസിക് ഓക്സിജൻ ഫർണസ്, പ്യുവർ ഓക്സിജൻ റിഫൈനിങ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ള സ്റ്റീൽ ക്വാളിറ്റി ഉറപ്പുവരുത്താനാണ്. ഇതിന്റെ വ്യത്യാസം ഒറ്റയടിക്ക് ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ കാണിക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ഈ സ്റ്റീലിന്റെ ഷീറ്റ് കാണാം. ഈ ഷീറ്റ് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്ലാരിറ്റി ഉള്ള ഒരു GI/GL കോട്ടിങ് കാണാൻ പറ്റും. ഇതെന്തിനാ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആന്റി ഓക്സിഡേഷൻ പ്രോപ്പർട്ടീസ് ഏറ്റവും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്പ് ഗാൽവനൈസിങ് ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെ മറ്റൊരു സ്റ്റീലിന്റെ ഷീറ്റാണ് നമ്മൾ ഡോറിന് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതെന്തല്ല, ഡിപ്പ് ഗാൽവനൈസിങ് അല്ല. ഇങ്ങനെ വരുന്ന സമയത്ത് സംഭവിക്കുന്നത് ഇതിന്റെ മുകളിൽ റസ്റ്റ് ഫോർമേഷൻ ഇതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ 5 to 10 times തിക്കർ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഗാൽവനൈസേഷൻ, അതായത് ടിപ്പ് ഗാൽവനൈസിങ്, ഹോട്ട് ടിപ്പ് ഗാൽവനൈസിങ് എന്ന് പറയും. ഇലക്ട്രോ ഗാൽവനൈസിങ് ആകുന്ന സമയത്ത് വളരെ നേർന്ന ലെയറിലാണ് ഇതിന്റെ മുകളിൽ കൂടി GI അല്ലെങ്കിൽ GL കോട്ടിങ് വരിക. അപ്പോൾ നമുക്ക് സുപ്പീരിയർ കൊറോഷൻ റെസിസ്റ്റൻസും ഉറപ്പുവരുത്താൻ പറ്റും. ഇതിൽ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ മോച്ചെ പെയിന്റിങ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇതിനകത്ത് സ്റ്റീലിൽ നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റീലിന്റെ സൗണ്ടാണ് വരുന്നത്. നമ്മൾ അത് നമ്മുടെ പെയിന്റിങ് മെത്തേഡിലൂടെ ചെയ്യുന്ന സമയത്ത് ഈ സാധനത്തിൽ കണ്ടോ, വുഡൻ സൗണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത് പെയിന്റ് ചെയ്തൊരു സാധനം നമ്മൾ കാൺപോർട്ട് മുകളിൽ വെച്ചേക്കുന്നതാണ്. അതിന് കിട്ടുന്ന ഗുണം ഈ പറഞ്ഞ ഗുണങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന സ്റ്റീലിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഹോട്ട് ഡിപ്പ് ഗാൽവനൈസിങ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ GI/GL ക്വാളിറ്റിയുള്ള ഷീറ്റുകൾക്ക് ആന്റി ഓക്സിഡേഷൻ പ്രോപ്പർട്ടീസ് വളരെ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ സ്റ്റീൽ ഡോർ മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹൈ ക്വാളിറ്റി ഉള്ള സ്റ്റീൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ലോങ് ഡ്യൂറേഷനിൽ സംഭവിക്കുന്നത് സ്റ്റീലിന്റെ ക്വാളിറ്റി കുറയുന്നത് കൊണ്ട് തുരുമ്പെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രെങ്ത്തും കുറയും. രണ്ടാമതായി നമ്മൾ പറഞ്ഞൊരു വിഷയം, ഇതിന്റെ ലോക്കിംഗ് സംവിധാനത്തെ കുറിച്ച് പറയുകയുണ്ടായി. ലോക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് വേൾഡിലെ ടോപ്പ് 10 കമ്പനികളിൽ ഒന്നായ വാഞ്ചയ എന്ന് പറഞ്ഞ കമ്പനിയുടെ ലോക്കൽ സിലിണ്ടറുമാണ്. നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിൽ വാഞ്ചയുടെ ലോഗോ കാണാൻ പറ്റും. ഇത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരുപാട് തവണ ഇത് ഉപയോഗിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് അല്ലേ. ഒരു ഡോറിന്റെ ലോക്ക് എന്ന് പറയുന്ന സമയത്ത് അടക്കുകയും തുറക്കുകയും നമ്പർ ഓഫ് ടൈപ്സ് ആണ്. അപ്പോൾ അതിന്റെ ഈസി മൂവ്മെന്റ് ആയിരിക്കണം. കീ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഹൈ സെക്യൂർഡ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉറപ്പുവരുന്നുണ്ട്. അതാണ് ഈ വാഞ്ചയുടെ ലോക്ക് സിലിണ്ടറിന്റെ ഗുണം. അതാണ്. ഇതിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണ്ടി മറ്റൊരു കാര്യം കൂടി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ 2 കീ എക്സ്ട്രാ ആണ്. ഇത് വർക്കേഴ്സിനുള്ള കീ ആണ്. വർക്കേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് പണി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലാറ്റിന്റെ ഓഫീസിന്റെ പണി നടക്കുന്ന സമയത്ത് ഇലക്ട്രീഷ്യൻ, പ്ലംബർ തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഈ കീ കൊടുത്തു വരിക. എന്നിട്ട് നമ്മുടെ ഫംഗ്ഷൻ, അതായത് ഹൗസ് വാമിംഗ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഓഫീസ് ഫംഗ്ഷനോ തുടങ്ങുന്ന സമയത്ത് ഈ കേസ് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു കീ മാസ്റ്റർ കീ ആണ്. ആ കീ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ 2 കീ വർക്കാവില്ല. അപ്പോൾ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആളുകൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കിന്റെ സംവിധാനം മാറുന്നതോടുകൂടി പിന്നെ ഈ 5 കീ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ നമുക്ക് ആ ലോക്ക് തുറക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത്രയും നമ്മൾ സെക്യൂരിറ്റി ഇതിനകത്ത് ഉറപ്പുവരുന്നുണ്ട്. നമ്മൾ വാഞ്ചയുടെ സിലിണ്ടറും കീയും ലോക്ക് സെറ്റുമാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രീമിയം ബ്രാൻഡുകളിൽ ഒന്നാണ്. അടുത്തതായിട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സാധാരണ സ്റ്റീൽ ഡോറുകൾക്ക് ഉപയോഗിക്കുന്നത് ഈ ടൈപ്പിലുള്ള ഹിഞ്ചസ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ടൈപ്പിലുള്ള ഹിഞ്ചസ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതാണ് ജർമ്മൻ ടെക്നോളജിയുള്ള ഗലങ് ടെക്നോളജി, GL എന്ന് പറയുന്ന ഹിഞ്ചസ് ആണിത്. ഇത് നിങ്ങൾ കണ്ടുകൊണ്ടുന്ന ഒരു സ്പെഷ്യൽ കട്ടിങ് ഇവിടെ കാണാൻ പറ്റും. ഇത് സ്വിങ്ങിങ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പാസ്സായിട്ടുള്ള, ഒരുപാട് സ്വിങ്ങിങ് ടെസ്റ്റ് പാസ്സായിട്ടുള്ള ഒരു ജർമ്മൻ കമ്പനിയുടെ ഹിഞ്ചസ് ആണിത്. എത്ര തവണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതിന്റെ സ്വിങ്ങിങ്ങിന് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളോ അല്ലെങ്കിൽ ബെൻഡോ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ സാധാരണ GI/GL ടൈപ്പിലുള്ള ഡോറുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ തന്നെ കുറച്ചും കൂടി ഹൈ ക്വാളിറ്റിയുള്ള, കുറച്ചും കൂടി പ്രീമിയം ലുക്കിലുള്ള
ഹിഞ്ചസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കുറച്ചും കൂടി ലക്ഷറി ടൈപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ ടൈപ്പിലുള്ള ഹിഞ്ചസ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീൽ ഡോർ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സ്റ്റീല്, അതുപോലെ തന്നെ ലോക്ക്, സിലിണ്ടർ, കീ, ഹിഞ്ചസ്, ഈ 3 കാര്യങ്ങളെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുകയുണ്ടായി. അത് ഏറ്റവും ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ അല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കാലക്രമേണ അത് നമ്മളുടെ ഡോറിൻ്റെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗത്തിന് അത് സാരമായിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഡോറ് മേടിക്കുന്ന സമയത്ത് ഒരു സാധാരണ സ്റ്റീൽ ഡോർ മേടിക്കുന്നതിനപ്പുറത്തേക്ക് സ്റ്റീൽ വുഡ് ഡോറ് എന്നുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിലുള്ള സ്റ്റീലും അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ആന്റി ഓക്സിഡേഷന് വേണ്ടിയുള്ള ഹോട്ട് ടിപ്പ് ഗാൽവനൈസിങ്ങും അതുപോലെ തന്നെ ഈ പറഞ്ഞ GL ടൈപ്പിലുള്ള ഹിഞ്ചസും നമ്മൾ ഉറപ്പുവരുത്തുകയാണെങ്കിൽ ഏറ്റവും ലൈഫ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. കാരണം സാധാരണക്കാരനെ സംബന്ധിച്ചോളം വീട് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത് ഒരു ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിൽ യാതൊരു ക്വാളിറ്റിയും കോംപ്രമൈസ് ചെയ്യാത്ത പ്രോഡക്റ്റുകളാണ് ഈ സ്റ്റീൽ വുഡ് ഡോറുകൾ. പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റുള്ള ബ്രാൻഡുകൾ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള സെഗ്മെന്റ് ആണ് അല്ലെങ്കിൽ അക്സസറീസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ഈജിസിന്റെ സ്റ്റീൽ വുഡ് ഡോറുകൾക്ക് എമൗണ്ട് കൂടുതൽ കൊടുക്കേണ്ടതില്ല എന്നുള്ളത് കൂടി ഇതിന്റെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സെഗ്മെന്റ് ആണ്. താങ്ക് യു.